തൽബിയത്ത് മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഹാജിമാർ അറഫയിലേക്കുള്ള വഴിയിലാണ്. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അറഫ സംഗമം. അറഫയിൽ നിൽക്കാത്തവർക്ക് ഹജ്ജിന്റെ പുണ്യം ലഭിക്കില്ല. മിനാ താഴ്വരയിൽ ഒരുമിച്ചുകൂടിയ തീർത്ഥാടകർ ഇന്നലെ ഇശാ നമസ്കാരത്തിന് ശേഷം അറഫ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിരുന്നു. അർദ്ധരാത്രിയോടെ അറഫയിലേക്കുള്ള വഴികളെല്ലാം ഹാജിമാരെ വഹിച്ചുള്ള വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഇന്ന് ഉച്ചവരെ തീർത്ഥാടക പ്രവാഹം തുടരും. പ്രവാചകന്റെ അറഫ പ്രഭാഷണത്തെ അനുസ്മരിച്ച് മസ്ജിദുന്ന മിറയിൽ ഖുതുബ നടക്കും. തുടർന്ന് ളുഹൂർ അസർ നമസ്കാരങ്ങൾ ഒരുമിച്ച് ചുരുക്കി നമസ്കരിക്കും. സൂര്യാസ്തമയം വരെ പ്രാർത്ഥനകളും ദൈവസ്മരണകളുമായി ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടും. ഇന്ത്യൻ ഹാജിമാർ ഇന്നലെ രാത്രി 9 മണി മുതൽ അറഫയിലേക്ക് പുറപ്പെട്ടു തുടങ്ങിയിരുന്നു. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ 65,000 പേർ മഷായിർ മെട്രോ വഴിയാണ് യാത്ര. സ്റ്റേഷൻ 1-നും 2-നും സമീപത്താണ് ഇവർ സംഗമിക്കുക. സ്വകാര്യ ഗ്രൂപ്പിന് കീഴിലുള്ളവർ ബസ് മാർഗമാണ് അറഫയിലെത്തുന്നത്. 10 മണിക്ക് മുൻപായി മുഴുവൻ ഇന്ത്യൻ തീർത്ഥാടകരും അറഫയിലെത്തും. ഇത്തരത്തിൽ തൽബിയത്ത് മന്ത്രങ്ങളുമായി മിനയിൽ നിന്നും അറഫയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം ഉച്ചവരെ തുടരും. വൈകുന്നേരം വരെയാണ് അറഫ സംഗമം. അറഫയിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1.